2 ദിവസം മുമ്പ് നമ്മളുടെ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് വഞ്ചിയൂര് പെരുവഴി തടഞ്ഞ് CPM കൂടാരം കെട്ടി അവരുടെ വഞ്ചിയൂര് ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തി. ഇതൊരു ഒറ്റപ്പെട്ട സാഹചര്യമാണോ എന്ന് തിരക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സാഹചര്യമാണ്. പക്ഷെങ്കിൽ ഇത്രയും വ്യാപ്തി കൂടിയ ഒരു പ്രവൃത്തി ഇത് ഒറ്റപ്പെട്ട സാഹചര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ CPMന്റെ ഈ പ്രവണത, അതായത് ഇത്രയും കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നയത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണെങ്കിൽ തികച്ചും ക്രിമിനൽ മെന്റാലിറ്റിയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംഹിതയാണ്, അല്ലെ സംവിധാനമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാര്യം ഇതൊരു ചെറിയ കാര്യമല്ല. ഈ വഞ്ചിയൂര് കോടതി സമുച്ചയത്തിന്റെ മുന്നിൽ, പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ, കോടതിയിലേക്ക് പോകുന്ന വഴി ഒട്ടനവധി ആംബുലൻസുകളും പിള്ളേര്, മാതാപിതാക്കന്മാരും എല്ലാവരും ദൈനംദിന ജീവിതത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വലിയൊരു വഴിയാണ്. അത് തന്നെയല്ല, സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. അവിടെ തിരുവനന്തപുരം ജില്ലക്കാർ മാത്രമല്ല, ഈ സംസ്ഥാനത്തുള്ള പല ആൾക്കാരും അതുവഴി പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോ അവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം, ആ ഒരു വീഡിയോ കാണണം. ആ വഴി മൊത്തമേ തടഞ്ഞ് അതിന്റെ നടുക്ക് ഒരു കൂടാരം കെട്ടി ഈ നമ്മുടെ ഗോവിന്ദമാഷിനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് അദ്ദേഹം ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. അപ്പോ അതിന്റെ ഒരു തീവ്രത അപ്പം മനസ്സിലാക്കും. ഇത് തികച്ചും നമ്മളുടെ ഭരണഘടന ലംഘനമാണ്. ആർട്ടിക്കിള് 19 എല്ലാവർക്കും അറിയാം, 19, 21, 22 ഇതെല്ലാം ഒരു സിറ്റിസണിന്റെ സ്വതന്ത്രമായിട്ടുള്ള അവകാശത്തിന്റെ റൈറ്റ് ടു മൂവ്, അതായത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ആർട്ടിക്കിൾ 19 പറയുന്നുണ്ട്. അതിന്റെ പച്ചയായ ലംഘനമാണ് ഇവിടെ നടന്നത്. കോടതി നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പോലീസ് കേസ് എടുത്തതാകട്ടെ 500 പേരുടെ കണ്ടാലറിയാവുന്ന 500 പേര്. അതിനകത്ത് ഗോവിന്ദന്റെ മോഹമില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ SFI പോഷക സംഘടന, അതായത് പ്രായപൂർത്തിയായി വോട്ടവകാശം കിട്ടുമ്പോൾ തൊട്ട് കലാലയ രാഷ്ട്രീയത്തിൽ നിന്നും തുടങ്ങുന്ന പോഷക സംഘടനയാണ് SFI. SFIയുടെ ഒരു ലോഗോയാണ് സ്വതന്ത്രം, ജനാധിപത്യം, സോഷ്യലിസം. നമ്മൾ ഓരോന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഹനിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, CPMന്റെ ഭരണം നടത്തുന്ന ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാവും? ഒരിക്കലുമില്ല. റൈറ്റ് ടു എക്സ്പ്രഷൻ അതുണ്ടാകത്തില്ല. അവിടെ ആക്രമണം ഉണ്ടാകും, അവിടെ അടി ഉണ്ടാകും, അടിച്ചമർത്തപ്പെടും. അതാണ് CPMന്റെ ശൈലി. അപ്പൊ സ്വാതന്ത്ര്യം അവിടെ ഇല്ലാതായി. ജനാധിപത്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, നമ്മൾ എല്ലാവരും കണ്ടു വാർത്താ മാധ്യമങ്ങളിൽ ഈ കണ്ണൂര് ഒരു കോളേജിൽ, ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഒരു കോളേജിന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. കോളേജില് KSU പിള്ളേർ കൊടി തൂക്കി, ഒരു എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ, അനേകം കാര്യങ്ങളിൽ ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയുന്നത്. കൊടി തൂക്കി SFIക്കാർ വന്ന് അടിച്ചു, ഗുണ്ടകളെ കൊണ്ടിറക്കി നശിപ്പിച്ചു, അവിടെ ഭയങ്കര ഒരു കലുഷിതമാക്കി. നിങ്ങൾ എപ്പോഴേലും ചിന്തിക്കാറുണ്ടോ, നമ്മുടെ കേരള കൊച്ചു സംസ്ഥാനത്തില് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന എവിടെയാണ്? കുഞ്ഞു പിള്ളേർക്ക് ചോദിച്ചാലും അറിയാം എവിടെയാണ്. കണ്ണൂരാണ് നടക്കുന്നത്. ഈ കണ്ണൂര് എന്ന് പറയുന്നത് മാധ്യമങ്ങള്, അതായത് നാഷണൽ മാധ്യമങ്ങള് റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്രസ്ഥാനമാണ്, CPMന്റെ കേന്ദ്രസ്ഥാനമാണ്. അപ്പം അവിടെ ഇത്രയും കൂടുതൽ കൊല നടക്കണമെങ്കിൽ അവിടെ എന്താണ് അവിടുത്തെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, കണ്ണൂർ എന്ന് പറഞ്ഞാൽ നല്ല കുറെ സ്നേഹമുള്ള നല്ല കുറെ മനുഷ്യരുടെ നാടാണ്. നിങ്ങൾ അവിടെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. സ്നേഹമുള്ള മനുഷ്യരുടെ നാടാണ്, തെയ്യത്തിന്റെ നാടാണ്. പക്ഷെങ്കിൽ അവിടുത്തെ ഒരു ദോഷം എന്തെന്ന് പറഞ്ഞാൽ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. ഈ പാർട്ടി ഗ്രാമങ്ങളിൽ വേറൊരു പാർട്ടിയുടെ ചിന്താഗതിയോ ഒരു പ്രചരണമോ അവിടെ നടത്തിക്കൂടാ. അതുകൊണ്ടാണല്ലോ TP ചന്ദ്രശേഖരനെ 52 വെട്ടോടെ കൊന്നത്. CPMകാരെയും കൊന്നിട്ടുണ്ട്. CPMകാർ മരിച്ചു കഴിഞ്ഞാൽ CPMന് ഗുണമാണ്. കാര്യം എന്താ? അവരെപ്പോഴും ഒരു രക്തസാക്ഷിയെ പൊക്കിപ്പിടിച്ച് രാഷ്ട്രീയ വളർച്ച, അതായത് സ്വന്തം പാർട്ടിയുടെ വളർച്ചയെ ഊന്നൽ കൊടുക്കുന്ന ഒരു സംഘടനയാണ് CPM. അപ്പോ CPM ഒരു അണി മരിച്ചു കഴിഞ്ഞാൽ ആ അണിയുടെ വീട്ടുകാർക്ക് നാശമാണ്, പോയി. പക്ഷെങ്കിൽ അവിടെ നേട്ടം കിട്ടുന്ന ആർക്കാ? പാർട്ടിക്ക് അവിടെ നേട്ടം കിട്ടും. അതുപോലെയാണ് ഈ അഭിജിത്തിന്റെ മരണം.
അപ്പോ ഈ ഒത്തിരി പേര് അവിടെ രാഷ്ട്രീയക്കാര്, രാഷ്ട്രീയ കൊലപാതകം നടന്നു ഇവിടെ കണ്ണൂര്. അതിനകത്ത് ഈ അരിയിൽ ഷുക്കൂറിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ടി.വി. രാജേഷ്, ജയരാജന്മാര്, ഇവരൊക്കെ നേരിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് എപ്പോഴേലും എവിടെയേലും കണ്ടെത്താൻ പറ്റുമോ നമ്മളുടെ ഉമ്മൻചാണ്ടിയോ ചെന്നിത്തലയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാര്, പ്രബലരായ നേതാക്കന്മാര് ഏതെങ്കിലും കൊലയിൽ നേരിട്ട് പങ്കുള്ളത്? ഇല്ല. അപ്പോ ഞാൻ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ എങ്ങനെ നിങ്ങൾക്ക് ഡെമോക്രസി കളിക്കാം, ആ കണ്ണൂർ രാഷ്ട്രീയമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നത്. ആര്? CPM-കാര്. അപ്പോൾ കൊലയാളി രാഷ്ട്രീയമാണ് അവർ ഊന്നി പറയുന്ന ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിസം മാത്രമേ നടക്കാവൂ, വേറെ ഒരു പാർട്ടി പ്രവർത്തനവും നടന്നുകൂടാ. അതാണ് അവരുടെ ആശയം. മൂന്നാമത് വരുന്നത് സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യലിസവും ഇക്കണോമിയും അത് കണക്റ്റഡ് ആണ്. അതായത് ധനതത്വ ശാസ്ത്രവും സോഷ്യലിസവും മൊത്തം കണക്റ്റഡ് ആണ്, എല്ലാവർക്കും അറിയാം. അപ്പോ ഈ കമ്മ്യൂണിസത്തിലെ സോഷ്യലിസം, മാക്സ് സോഷ്യലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് അവസാനമായിട്ട് കമ്മ്യൂണിസത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു സോഷ്യലിസമാണ് അവരുടെ സോഷ്യലിസം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പിണറായി വിജയന്റെ സാമ്പത്തിക ശാസ്ത്രം. അതായത് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ട് അത് വഴിമാറ്റി ചെലവാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിനകത്ത് ഏകദേശം ഒരു 40% അദ്ദേഹത്തിന്റെ വീട്ടുകാരിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഒത്തിരി കേസുകൾ പിണറായി വിജയന്റെ കുടുംബത്തിനെയും പിണറായി വിജയന്റെ മരുമകനെയും ബേസ് ചെയ്തുണ്ടായി സാമ്പത്തിക അഴിമതി കേസുകൾ. നമ്മൾ അതിലേക്ക് കടക്കണ്ട. പിണറായി വിജയന്റെ സോഷ്യലിസം അല്ലെ കമ്മ്യൂണിസത്തിന്റെ സോഷ്യലിസം അല്ലെങ്കിൽ ഗോവിന്ദന്റെ സോഷ്യലിസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്ന സോഷ്യലിസമാണ്. അതായത് സാമ്പത്തിക അഴിമതി നടത്തുക, വഴിമാറ്റി ചെലവാക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട്ടിൽ നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ കേരളത്തെയോ കേന്ദ്രത്തെയോ അല്ല കുറ്റം പറയുന്നത്. പക്ഷെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം കിട്ടാൻ 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ഡിസാസ്റ്റർ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നത്. 4 മാസത്തിന് ശേഷമാണ്. അപ്പം നമുക്ക് ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട്, കേരളത്തിന് ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട്. ഈ ഫണ്ടിന്മേലുണ്ടായിരുന്ന രൂപ എങ്ങനെ ചെലവാക്കിയെന്ന് ഈ പിണറായി സർക്കാരിന്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഓഡിറ്ററിന് പോലും അറിയത്തില്ല. അതായത് അവിടെ വഴിമാറ്റി ചെലവാക്കി. വേറൊരു ചുരുക്കി പറയാം, നിങ്ങൾക്ക് ബോറാകണ്ട, എന്നാലും ഞാനൊരു കാര്യം പറയാം. കിഫ്ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്, കേരള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയും. അതായത് റോഡിനും ഹോസ്പിറ്റലിനും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഉപയോഗിക്കേണ്ട ഒരു ഫണ്ടാണ്. ഇതിനകത്തുനിന്ന് വേറെ വഴിമാറ്റി ചെലവാക്കാൻ യാതൊരു നിർവാഹവും ഇല്ല, പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് പല പല കാര്യങ്ങളും വഴി മാറ്റി ചെലവാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യത്തിന് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് എടുത്തിട്ടുള്ള സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾക്കറിയാം പെട്രോളിന്റെ 2 രൂപ സെസ് കൂട്ടി ഇതിലേക്ക് കൊണ്ടുവരിക, കിഫ്ബി ഫണ്ടിലേക്ക് ഇടുക, എന്നിട്ട് റോഡിന്റെ പുനരുദ്ധാരണം എന്ന് പറഞ്ഞു. നിങ്ങൾ പറ, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ മെയിൻ NH പോട്ട് ഏതെങ്കിലും റോഡ് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാവുന്ന റോഡുണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ആ ഒരു പ്രവൃത്തിയാണ്. അതായത് സാധാരണപ്പെട്ട മനുഷ്യനെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. തികച്ചും BPL-കാരെ അവരെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ മാത്രം ഉപദ്രവിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് CPM. ഞാനിത് പറയാൻ കാര്യം, നിങ്ങൾ ആ വഞ്ചിയൂര് നടന്ന ആ സമ്മേളനം ഒന്ന് കാണണം. നിങ്ങൾ വഞ്ചിയൂര് നടന്ന ആ സമ്മേളനം ഒന്ന് കാണണം. എത്രത്തോളം ധാർഷ്ട്യവും ഗുണ്ടാത്തരവുമാണ് അവിടെ നടന്നത്. ഇതൊരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല.